ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. +2 വിദ്യാർത്ഥികളെ, നിങ്ങളുടെ സ്കൂളിലുള്ള അല്ലേ ഒരുപാട് പ്രോഗ്രാംസ്, ആർട്സ്, സ്പോർട്സ്, ടൂറ്, ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എനിക്കറിയാടാ, നമുക്ക് ഒരുപാട് അടിച്ചു പൊളിക്കേണ്ട നമ്മളെ ലൈഫിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സമയമാണ് ഇപ്പം ഇങ്ങനെ നമ്മളെ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് സാർ പഠനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് പറയരുത് കേട്ടോ. കാര്യം പഠിക്കാനൊന്നും താല്പര്യമില്ല. ടൂറൊക്കെ പോണ സമയത്ത് ഭയങ്കര എന്ത് രസമാണ് ടൂറോ അല്ലേ. ഞാനൊക്കെ കുട്ടികൾ ടൂർ പോണ സമയത്ത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ വേറെ ലെവൽ വൈബായിരിക്കും. ഇനിയും ടൂർ പോകാൻ ഒരുപാട് മക്കളിങ്ങനെ ടൂർ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇനി ഒരുപാട് ടൂർ പോകുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. വെയിറ്റിംഗ് ആണ്. നമ്മൾ പോകുന്നുണ്ട് ഈ വർഷം ഒരുപാട് ടൂറൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആസ് യു നോ, നിങ്ങളും അതുപോലെ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ അല്ലേ. പഠിപ്പൊന്നും നിങ്ങളെ തലയിൽ കയറുന്നുണ്ടാവില്ല. ബട്ട് യു ഷുഡ് ഫോക്കസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യണം കേട്ടോ. ഇടയിലൊക്കെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ്, നിങ്ങൾ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുന്നെങ്കിലും നമ്മൾ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ ഇനി നിങ്ങളെ സ്ട്രാറ്റജി ഉണ്ടാവില്ലേ, പഴയ പുസ്തകം കാണാണ്ട് പഠിക്കുന്ന സ്ട്രാറ്റജി ഇല്ലേ, അതിൽ പോയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ട്, റാൻസിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താ സാറേ റാൻസിൻ്റെ സ്ട്രാറ്റജിക്ക് ഇത്ര പ്രത്യേകത ഉണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഗ്യാരണ്ടീഡ് പറയുന്നത്. റാൻസിന് സ്ട്രാറ്റജി ഉണ്ട്. ഈ സ്ട്രാറ്റജി വെച്ച് നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഫുൾ മാർക്ക് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, എൻ്റെ ടീമും ഞാനും കൂടെ കറക്റ്റ് സെറ്റാക്കി തരും. നിങ്ങൾ ഇച്ചിരി അല്ലേ സമയം ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ. ക്രിസ്മസ് എക്സാമിനാകെ 28 ഡേയ്സ് മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. ഈ 28 ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് സാറേ പിന്നെ അല്ലേ ക്രിസ്മസ് എക്സാം അടുത്ത് പബ്ലിക് വരുന്നുണ്ട്, എങ്ങനെയെല്ലാം കൂടെ പഠിച്ചു തീർക്കുക? ആകെ 6 വിഷയം നമുക്ക് പഠിക്കാനുള്ളൂ. 10ാം ക്ലാസ്സിൽ 10 വിഷയം പഠിച്ച നിങ്ങൾക്ക് ഈ +2-ലെത്തിയപ്പോൾ 6 വിഷയമല്ലേ ഉള്ളൂ. ഇച്ചിരി വെയിറ്റേജ് കൂടി അത് നിങ്ങൾ വലിയ പ്രയാസമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് കാര്യം നിങ്ങൾക്ക് സ്ട്രക്ചർ ഇല്ലാഞ്ഞിട്ടാട്ടോ, ഒരു ഓർഡർ ഇല്ലാഞ്ഞിട്ടാണ്. ഈ ഓർഡർ കറക്റ്റ് ആക്കിക്കൊണ്ട് ടീച്ചേഴ്സിനെ ആദ്യം ഒരു ഓർഡർ വേണം അല്ലേ. ഞാൻ എപ്പോഴും പറയും, ഒരു ഓർഡർ ഇല്ലാണ്ട് അധ്യാപകനെ പാഠം പഠിപ്പിച്ച് ഇംഗ്ലീഷിലൊരു മറ്റേ ഇങ്ങനെ ഒരു ഫിലോസഫി ഉണ്ട്, നിങ്ങൾ അറിയാത്തവർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അധ്യാപകനെ പാഠം പഠിപ്പിച്ച് അച്ഛനെ കൊന്ന് അമ്മയ്ക്ക് കൊടുക്കാതെ ഭാര്യയ്ക്ക് കൊടുക്കുന്നവനാണ് നല്ല മനുഷ്യൻ. ഒരു ഫിലോസഫിയാണ്. ആരും കച്ചറ ഉണ്ടാക്കണ്ട, ശ്രദ്ധിക്കുക. അധ്യാപകനെ പാഠം പഠിപ്പിച്ച് അച്ഛനെ കൊന്ന് അമ്മയ്ക്ക് കൊടുക്കാതെ ഭാര്യയ്ക്ക് കൊടുക്കുന്നവനാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് സാർ അധ്യാപകനെ പാഠം പഠിപ്പിക്കുക? ഒരു അധ്യാപകൻ കാണുമ്പോൾ തന്നെ അധ്യാപകൻ ഇട്ടാണ്ട് എഡങ്ങാറാക്കലാണോ, ബുദ്ധിമുട്ടാക്കലാണോ? അല്ല. ചില അധ്യാപകർ ശ്രദ്ധിച്ച് കേട്ടോട്ടാ, ചില അധ്യാപകർ റെഫർ ചെയ്യാണ്ട ക്ലാസ്സിന് വരും. ഈ റെഫർ ചെയ്യാണ്ട ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് 5 പൈസക്ക് ഉണ്ടാവില്ല അല്ലേ. ആ ക്ലാസ് സാറിന് മനസ്സിലാവില്ല, കേൾക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു കുട്ടി എന്ത് ചെയ്യുക, ആ സാറിനോട് സംശയം ചോദിക്കുക. സംശയം ചോദിക്കുന്ന സമയത്ത് ആ സാർ എന്ത് ചെയ്യുന്ന അറിയോ, ബുദ്ധിമുട്ടിലാവും. അയ്യോ ഈ കുട്ടി സംശയം ചോദിക്കണ്ടല്ലോ അല്ലേ. അങ്ങനെ പിറ്റത്തെ ദിവസം സാർ എന്ത് ചെയ്യും, നന്നായിട്ട് റെഫർ ചെയ്ത് വരും. ആ ക്ലാസ് സൂപ്പർ ക്ലാസ് ആയിരിക്കും. സാർ ഇതും സാറ് പറഞ്ഞിട്ട് എന്താ ബന്ധം കേട്ടുള്ളൂ. അധ്യാപകനെ പാഠം പഠിപ്പിക്കുക എന്ന് പറയുന്നത് അധ്യാപകനോട് ചോദ്യം ചോദിക്കലാണ്. അപ്പോൾ കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ എന്തായിരിക്കും, ഉഷാറായിരിക്കും. സാർ അധ്യാപകനോട് ചോദ്യം ചോദിക്കുന്നവൻ എങ്ങനെ നല്ലവനാവല്? അതെ, ആർക്കേ സംശയം ഉണ്ടാവല്? പഠിക്കണവൻക്കേ സംശയം ഉണ്ടാവുള്ളൂ, പഠിക്കാത്തവൻക്ക് എന്ത് സംശയം ഉണ്ടാവില്ലേ. അപ്പൊ അധ്യാപകനെ പാഠം പഠിപ്പിക്കുന്നവൻ നല്ലവനാന്ന് പറയാനുള്ള കാര്യം എന്താണ്? സംശയം ചോദിക്കൽ ആരാണ്? ഇച്ചിരി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളെ സംശയം ചോദിക്കുള്ളൂ. അപ്പൊ പഠിക്കാൻ ആഗ്രഹമുള്ളവൻ നല്ലവനായിരിക്കും എന്നാ പറയുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടോ? അച്ഛനെ കൊന്നെന്ന് പറയുന്നുണ്ട് അല്ലേ. അച്ഛനെ കൊന്നെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഭാവിയിൽ അറിയപ്പെടുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയപ്പെടുന്നത് അല്ലേ, ഇന്ന ആളുടെ മകനാണ് അല്ലേ, അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ്റെ മകനാണ്, അല്ലെങ്കിൽ ബൈജു ഏട്ടൻ്റെ മകനാണ്, അല്ലെങ്കിൽ മറ്റേ സുലൈമാനാജിൻ്റെ മോനാണ് അല്ലേ, അല്ലെങ്കിൽ ഔസേപ്പച്ചൻ്റെ മോനാണ് അല്ലേ. ഇങ്ങനെ ഓരോരോ നമ്മുടെ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് കേട്ടോ. മെസ്സിൻ്റെ അച്ഛൻ എന്നാ നമ്മൾ പറയാം, സച്ചിൻ്റെ അച്ഛൻ എന്നാ പറയാം അല്ലേ. ഇപ്പം എൻ്റെ വാപ്പനെ കണ്ടാലോ ഷാഫിസാറ വാപ്പ അല്ലേ, ചുമ്മാ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വെച്ചാട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ അറിയപ്പെടുന്നത് അവരുടെ പാരൻസ് അറിയപ്പെടുന്ന അവരുടെ അല്ലേ, അവരുടെ പേരിലാണ്, അല്ലാണ്ട് പാരൻസിൻ്റെ പേരിലല്ലാന്ന്. അപ്പം അച്ഛനെ കൊല്ലാന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ എന്താണ് മക്കളെ, അച്ഛൻ്റെ പേര് മാറ്റിയിട്ട് നമ്മളെ പേരിൽ നമ്മളെ പാരൻസ് എന്ത് ചെയ്യണം, അറിയപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളെ പേരിൽ നമ്മളെ പാരൻസ് അറിയപ്പെടണമെങ്കിൽ നമ്മളിങ്ങനെ ട്രൗസറും വിട്ട് നടന്നാൽ മതിയോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾ അടിച്ചുപൊളിൻ്റെ ഒരു സമയമാണ്. എത്ര പറഞ്ഞാലും ചില ആളുകൾക്ക് തലയിൽ കയറൂല. ബട്ട് ഗെറ്റ് റെഡി. നിങ്ങളെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൈം ടൈമിൽ റാൻസിൻ്റെ കൂടെ ഇങ്ങനെ വായോ. നിങ്ങൾ താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന്
പരമാവധി അല്ലേ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങളെ ഫ്രണ്ട്സിന് നമ്മളെ ചാനൽ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരൊക്കെ കൂട്ടിയിട്ട് വായോ. എന്നിട്ട് നിങ്ങളെ കമൻ്റൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടോ നിങ്ങളെ കമൻ്റൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ കറക്റ്റ് നൽകുന്നുണ്ട്. മാത്രമല്ല എങ്ങനെ പഠിക്കണം എന്ന് പറയുന്ന എക്സാമിന് ഏതെല്ലാം ചാപ്റ്ററിന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി അല്ലേ, പിന്നെ അക്കൗണ്ടൻസി, ബിസിനസ്, ഇങ്ങനെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ. ഇതിൽ നിന്നൊക്കെ ഏതൊക്കെ ചാപ്റ്ററിന് എത്രയൊക്കെയാണ് മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കറക്റ്റ് അല്ലേ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബിഫോർ ദാറ്റ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിങ്ങനെ ഇപ്പം പാറി നടക്ക്, നിങ്ങളെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. നമ്മളെ റാൻസിൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് പാറണം. നിങ്ങളുടെ ചിറകിൽ ഞാൻ ഒരുപാട് തൂവലിങ് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് എന്തിനെന്നറിയോ, ഉയരങ്ങളിൽ പാറാൻ വേണ്ടിയിട്ട്. നമ്മളുടെ മുകളിൽ ഒരു ആകാശമല്ലേ, ആ ആകാശം നമുക്ക് കീഴടക്കണം അല്ലേ. നമ്മൾ ഈ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന കവിതയിൽ പഠിച്ച പോലെ അല്ലേ, +1 പഠിച്ചില്ലായിരുന്നോ, ഐ വിൽ ഫ്ലൈ, വി ഹാവ് വിങ്സ്. നമുക്ക് എന്തുണ്ട് പറ, ചിറകുണ്ട്. നമ്മൾ എഴയേണ്ട ആളുകളല്ല, നമ്മൾ പാറുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പാറാനുള്ള നിങ്ങളുടെ ചിറകിലേക്കുള്ള തൂവലുകൾ നൽകേണ്ട ആൾ ഞാനാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കും, എൻ്റെ കൂടെ ഉള്ളവരും നിങ്ങൾക്ക് നൽകിയിരിക്കും. നിങ്ങളുടെ ഈ ക്രിസ്മസ് എക്സാം നമ്മൾ തകർത്തടിച്ച് പൊളിച്ചിരിക്കും. മാത്രമല്ല പബ്ലിക് എക്സാമിലേക്കുള്ള നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവില്ലേ, കറക്റ്റ് ഞാനിങ്ങനെ നിങ്ങളെ മെൻറ്റർ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പബ്ലിക് എക്സാമിൽ ഫുൾ മാർക്കിൽ എത്തിച്ചിരിക്കും. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒരുപാട് കോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് റാൻസിൻ്റെ ഷുവറിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു ബാച്ച് ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ ഇംഗ്ലീഷിൽ 80 ഞാൻ പക്ക ഗ്യാരണ്ടി ആട്ടോ. കാര്യം ഞാൻ ലൈവ് ഇൻട്രാക്ഷനിലൂടെ ഈ ഗ്രാമറും കാര്യങ്ങളൊന്നും അറിയാത്ത കുട്ടികളുടെ ഒരുപാടുണ്ട്. ആ ലൈവ് ഇൻട്രാക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നവരോ അവരുടെ ബേസിക് ഗ്രാമറൊക്കെ ലെവലാക്കി കൊണ്ടുവന്നതിന് ശേഷമാണ് അവരുടെ ഗ്രാമർ പക്കയാണ്, എല്ലാ ഏരിയയും പക്കയാണ്. നമ്മളെ മെൻറ്റേഴ്സൊക്കെ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടാണ് നിങ്ങൾ 80 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉറപ്പ് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ +2 വിദ്യാർത്ഥി, സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ബാച്ചുണ്ട്. സ്പെക്ട്രം അല്ലേ, സയൻസിൻ്റെ വിദ്യാർത്ഥികൾക്ക്. ആ സ്പെക്ട്രം ബാച്ചിൽ നിങ്ങൾക്കറിയോ ഫിസിക്സിന് അല്ലേ ഏകദേശം 5ഓളം ടീച്ചേഴ്സ്, പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സ്, ഫിസിക്സിൻ്റെ, കെമിസ്ട്രിൻ്റെ 5ഓളം പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സ്, മാത്സിൻ്റെ 5ഓളം പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സ്. എന്തിനാ സാറേ ഈ 5ഓളം ടീച്ചേഴ്സ്? അതെ, ചില ടീച്ചേഴ്സിന് ചില ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് എടുക്കാനുള്ള കഴിവുണ്ടാവും അല്ലേ. ആ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി കഴിവുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിനും എല്ലാം എടുക്കാൻ അറിയാം കേട്ടോ. ബട്ട് അതിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിൻ്റെ പേരാണ് ന്യൂറൽ ലിങ്ക് മെത്തേഡ്. നിങ്ങളെ ന്യൂറോൺസിൽ അല്ലെ ക്വിക്കായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന, ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ എല്ലാ ക്ലാസ്സും ഉണ്ടാവില്ലേ. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ലൈവിലൊക്കെ അത് കാണാൻ കഴിയും. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗെറ്റ് റെഡി. നിങ്ങൾ എക്സാമിന് തയ്യാറായിക്കോളൂ. ഞാനും എൻ്റെ കൂട്ടരും ഇനി നിങ്ങളുടെ കൂടെ ഈ ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല പബ്ലിക്കിനൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കഴിഞ്ഞ +1 ഇംഗ്ലീഷിൽ 80 മേടിച്ചെന്ന ആളാണ് ഞാൻ ആ ഒരു ഉറപ്പിലാണ് പറയുന്നത്. എൻ്റെ കൂടെ നിന്നോളൂ. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്തേ പറ്റൂ. താങ്ക് യു വെരി മച്ച്. ബൈ.